തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികെ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയെ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 അധ്യായം 3 ഇനി നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ഭാഗം 12 ആരംഭിച്ചത് പാനിഹാട്ടി ഉത്സവത്തിന് വന്നതും പിന്നീട് മണിസേനൻ്റെ വീട്ടിലെത്തി മതിശീലൻ്റെ അമ്പലവളപ്പിൽ ആ പൊയ്കയിൽ പോയി ഭഗവാൻ മത്സ്യങ്ങളെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്ന 3-ാം ഭാഗത്ത് വരുന്നത്. 3-ാം അധ്യായം, 3-ാം ഭാഗമല്ല 3-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ ബൽറാം മന്ദിരത്തിൽ ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വരുന്ന ഭാഗമാണ്. 6 ദിവസം കഴിഞ്ഞ് പാനിഹാട്ടി ഉത്സവം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് സകലർക്കും ആത്മദർശനം നേടാൻ കഴിയും എന്ന ഭഗവാന്റെ ഉപദേശത്തെയാണ് കഴിഞ്ഞ തവണ നമ്മൾ വിശകലനം ചെയ്തത്. എല്ലാവർക്കും ആത്മദർശനം നടത്താൻ കഴിയുമെന്നുള്ളത്. ഇനി മനസ്സിലാക്കാൻ പോകുന്ന 2 പ്രസ്താവങ്ങളെയാണ്. അതായത് ഭഗവാൻ 2 കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞത്. അതായത് ഈ 3-ാം അധ്യായം തുടങ്ങി ഏതാണ്ട് 3-4 അധ്യായങ്ങളുടെ ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് ഭഗവാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ദക്ഷിണേശ്വരത്ത് വരുന്നവർ, ഇവിടെ വരുന്ന സകലരുടെയും സംശയങ്ങളൊക്കെ തീരും. ഇതാണ് മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ പറയുന്ന ഒരു കാര്യം. ആരൊക്കെയാണോ ദക്ഷിണേശ്വരത്ത് ഭഗവാന്റെ മുറിയിൽ വരുന്നത് അവരുടെ എല്ലാ സംശയങ്ങളും തീരും. 2-ാമത്തെ കാര്യം, ഇവിടെ ആരൊക്കെ വരുന്നുവോ അവർക്കൊക്കെ നല്ല സംസ്കാരമുള്ളവർ മാത്രമാണ് വരുന്നത്. അപ്പോൾ നല്ല സംസ്കാരമുള്ളവർ മാത്രമേ ഈ മുറിയിലേക്ക് വരുള്ളൂ, ദക്ഷിണേശ്വരത്ത് ഭഗവാന്റെ മുറിയിലേക്ക് വരുള്ളൂ. 2, അങ്ങനെ വരുന്നവരുടെ മുഴുവൻ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും. ഇതാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയന് കൊടുക്കുന്ന ഉറപ്പ്. അതാണ് ഇനി വരുന്ന ഈ ഭാഗത്തെ പ്രധാന വിശകലനം എന്ന് പറയുന്നത്. അതാണ്. അപ്പം അതെന്താണ് നമുക്കൊന്ന് നോക്കാം. ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്രയത്തിൻ്റെ ഒരു സമ്മേളനമാണ്. പ്രസ്ഥാനത്രയം അത് 3-ആയി വിഭജിച്ച് നമ്മൾ പഠിക്കുന്നു. അതേസമയം ശ്രീരാമകൃഷ്ണ വചനാമൃതം പഠിക്കുന്ന ഒരാൾക്ക് ഈ പ്രസ്ഥാനത്രയം ഒന്നിച്ച്, അതിൻ്റെ ആ സത്ത ഒന്നിച്ച് ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രധാനമായി വചനാമൃതത്തിൻ്റെ പ്രത്യേകതയാണ്. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ പ്രത്യേകത അതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം പ്രസ്ഥാനത്രയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. ഇത് 3ഉം ഇതിനകത്ത് ഭഗവാന്റെ സംഭാഷണങ്ങളിൽ ഇത് 3ഉം വിശദീകരിച്ചു കൊണ്ടാണ് ഭഗവാൻ ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴിയിലേക്ക് ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നത് ഈ പ്രസ്ഥാനത്രയത്തിൻ്റെ ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ വിശകലനം ചെയ്തുകൊണ്ടാണ് ഓരോ കോൺവെർസേഷനും, ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവന്റെ ഓരോ കോൺവെർസേഷനും ഇതിന് സമാനമായിട്ടാണ്. ഇത് കൃത്യമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതാണ് ഇനി നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഭാഗം. അപ്പോൾ
ഈ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാജ്ഞാനികൾ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ള മഹത്തുക്കളായ ആളുകൾക്ക് പ്രസ്ഥാനത്രയത്തെ പഠിക്കാനും ബോധ്യപ്പെടാനും സാധിക്കും. കാര്യം അതിനുള്ള ഒരു ബൗദ്ധികമായ തലം അവരിൽ വളരെ ഉയരെ ആയതുകൊണ്ട്, ഉപനിഷത്തായാലും ശരി, ബ്രഹ്മസൂത്രമായാലും ഭഗവത്ഗീതയായാലും അത് പഠിക്കാനും മനനം ചെയ്യാനും അവർക്കുള്ള ബൗദ്ധികമായ ഉയർച്ച വളരെ ഉയരത്തിലാണ്. അതേസമയം നമ്മൾ സാധാരണ ഗൃഹസ്ഥാശ്രമികൾ, ആ ഗൃഹസ്ഥാശ്രമികളുടെ പക്ഷത്ത് നിന്നാണ് നമ്മൾ ഈ വചനാമൃതം കേൾക്കുന്നത്. ഭഗവാൻ സാധാരണ ഗൃഹസ്ഥാശ്രമികളോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്തരംഗ ശിഷ്യന്മാർ സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഇവിടെ വരുന്നു എങ്കിൽ പോലും ഭഗവാൻ കൂടുതലും സംഭാഷണം നടത്തുന്നത് ഗൃഹസ്ഥാശ്രമികളോടാണ്. വചനാമൃതത്തിൻ്റെ ഭൂരിഭാഗവും സംഭാഷണം ഗൃഹസ്ഥാശ്രമികളോടാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗൃഹസ്ഥാശ്രമികളോട് സംസാരിക്കുന്നത്, അതേക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷനും ഈ ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൂടുതലും ഗൃഹസ്ഥാശ്രമികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ഭാഗം ഇതിനകത്ത് വളരെ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു വെസ്റ്റേൺ ഫിലോസഫറെ ഉദാഹരിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. ജോൺ സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ഫിലോസഫർ. ഈ ജോൺ സ്റ്റുവർട്ടിനെ ഉദാഹരിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. കാര്യം അക്കാലത്തെ ഏറ്റവും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫിലോസഫറായിരുന്നു ജോൺ സ്റ്റുവർട്ട്. ഈ ജോൺ സ്റ്റുവർട്ടിൻ്റെ കാലം അവസാനിക്കുന്നത് തന്നെ ഭഗവാൻ കേശവചന്ദ്രസേനെ ആദ്യമായി കണ്ടുമുട്ടുന്ന അവസരത്തിന് ആ സന്ദർഭത്തിൽ തന്നെ ജോൺ സ്റ്റുവർട്ടിൻ്റെ കാലം അവസാനിക്കുകയാണ്. 1873-74 ജോൺ സ്റ്റുവർട്ടിൻ്റെ ആ ജീവിത കാലയളവ് അവസാനിക്കുക. അപ്പം അതിനുള്ളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗാളിൽ ഇംഗ്ലീഷ്, നേരത്തെ നമ്മൾ ഇതിനു മുമ്പും ഉപനിഷത്തുകളെ കുറിച്ചും പറഞ്ഞു, മാക്സ് മുള്ളറെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇവരെല്ലാം അപ്പം ഇംഗ്ലീഷുകാരാൽ നിർവചിക്കപ്പെട്ട ആധ്യാത്മികതയാണ് അന്നത്തെ കാലത്ത് കൽക്കട്ടയിലെ വിദ്യാസമ്പന്നരായ ആളുകൾ വായിക്കുകയും മനനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ അടുത്തേക്കാണ് ഭഗവാൻ തൻ്റെ പുതിയ ഒരു ഈശ്വരോന്മുഖമായി ഈശ്വര സാക്ഷാത്കാരത്തിന് എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് ഈ സോക്കോൾഡ് സമൂഹത്തെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പം അവർ പഠിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഓർക്കണം. ഈ ജോൺ സ്റ്റുവർട്ടിനെ പോലുള്ള പാശ്ചാത്യ ഫിലോസഫേഴ്സിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച് കാണാപ്പാഠം പഠിച്ച് വന്നവരാണ്. അവരുടെ അടുത്താണ് കമാർപുക്കൂറിൽ നിന്ന് വന്ന, താരതമ്യേന ആളുകൾ പറയുമ്പോൾ നിരക്ഷരൻ എന്ന് പറയാവുന്ന, കഷ്ടിച്ച 7-8 ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം അറിയാം. എഴുതാനാണെങ്കിൽ സ്വന്തം പേരെഴുതി ഒപ്പിടും എന്നുള്ളതിൽ കവിഞ്ഞുള്ള ഒരു എഴുത്തും ജീവിതത്തിൽ ഇന്നേവരെ എഴുതിയിട്ടില്ലാത്ത എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി വന്ന ഒരു ബ്രാഹ്മണൻ, കാഴ്ചയിലും വലിയ പകിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് ആംഗലേയ ഫിലോസഫിയിലെ മികച്ച ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് ഇവിടെ പറയുന്നത്.
ആലോചിച്ച് നോക്കുക. അപ്പോൾ ഭഗവാന്റെ ആ അറിവിൻ്റെ പാരാവാരം എത്ര വലുതാണ്. ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ വായിച്ചു പോകുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ജീവചരിത്രം പഠിച്ചു പോകുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്നതാണ് ഇതൊക്കെ. അവിടെ ഒന്ന് നിർത്തിയിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ അതിൻ്റെ വിശകലനവും ഈ ഭാഗത്താണ് വരുന്നത്. ജോൺ സ്റ്റുവർട്ടിൻ്റെ അത് ഫുട് നോട്ടിൽ പറയുന്നുണ്ട്. ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകമാണ് എടുത്ത് ഭഗവാൻ ഇവിടെ ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ആത്മകഥ, ആ പുസ്തകത്തെക്കുറിച്ചാണ് ഭഗവാൻ മാസ്റ്ററോട്, അതായത് മണിമല്ലികൻ്റെ പൗത്രീ ഭർത്താവ് ഇവിടെ വന്നിരുന്നു. മണിമല്ലികൻ ഒരു സമ്പന്നനായ ഭഗവാന്റെ ഒരു ഭക്തൻ. നമ്മൾ നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചതാണ്. അദ്ദേഹത്തിന് നല്ല ഈ ഭഗവാന്റെ അടുത്ത് ഉള്ള ആ അടുപ്പം, സമ്പന്നനാണ്, അതേപോലെ വിദ്യാസമ്പന്നനാണ്, എല്ലാ തരത്തിലും. ബംഗാളിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു വലിയ ബംഗാളി പണ്ഡിതൻ എന്നൊക്കെ പറയാവുന്ന ആ മണിമല്ലികൻ്റെ പൗത്രീ ഭർത്താവ്, കൊച്ചുമകളുടെ ഭർത്താവാണ് അവിടെ വന്നിരുന്നത്. അപ്പം അദ്ദേഹമാണ് ഒരു പുസ്തകത്തിൽ വായിച്ച, അതായത് ഈ ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകത്തിൽ വായിച്ച കാര്യം ഭഗവാനുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പം ആലോചിച്ച് നോക്കും. എന്നിട്ട് ഭഗവാൻ ഇത് മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ വന്ന് സംസാരിച്ച മണിമല്ലികൻ്റെ പൗത്രീ ഭർത്താവ്, അപ്പോൾ യങ് ജനറേഷൻ, അക്കാലത്തെ യങ് ജനറേഷനിൽപ്പെട്ട ആൾ, അന്നത്തെ യങ് ജനറേഷൻ, അവർ വന്ന് സംവാദം നടത്തിയിട്ട് പോയിരിക്കുകയാണ്. ആ കാര്യങ്ങൾ മാസ്റ്റർ മഹാശയനുമായിട്ട് പങ്കുവെക്കാൻ ഭഗവാൻ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കും, ആ വിഷയത്തെക്കുറിച്ച് ഭഗവാനിൽ നിന്ന് ആ വിഷയം, ഭഗവാനെക്കുറിച്ച് നമ്മൾ ഭഗവാന്റെ ആ സംസാരത്തെക്കുറിച്ച് നമുക്ക് അളക്കാനേ പറ്റില്ല, അതൊരു സാഗരമാണ്. എങ്കിലും നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ, സാധാരണക്കാരെന്ന നിലയിൽ നമ്മളൊന്ന് ഒരു സാധാരണ ക്ഷേത്ര പൂജാരിയായി ഇരിക്കുന്ന ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ പൂജാരി, കമാർപുക്കൂറിലെ ഗ്രാമീണ തലത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ പൂജാരി, വലിയ പ്രകടനപരതയൊന്നും ഇല്ലാത്ത സാധാരണ പൂജാരി, അദ്ദേഹത്തിൻ്റെ അത് അവതാരമാണോ അല്ലയോ എന്നൊക്കെ ഇനി ചർച്ച തെളിയിക്കപ്പെടുന്ന ഭാഗങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അതൊക്കെ ഈ ചർച്ചയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് അവതാര മഹിമയെക്കുറിച്ചൊക്കെ. അതൊക്കെ മാറ്റിവെക്കാം, അവതാരം എന്നുള്ള ഭാഗം മാറ്റിവെക്കാം. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ നരഭാവത്തെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആ ആഴം എത്രയാണെന്നുള്ളത് ഈ തരം ചർച്ചകൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആംഗലേയ പാശ്ചാത്യ ഫിലോസഫി വരെ ചർച്ചയ്ക്ക് വരികയാണ്. അതിന് മാസ്റ്റർ മഹാശയൻ, അത് ആ ഭാഗമാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതപ്പെട്ടത്. അപ്പോൾ നമുക്കിനി ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് പ്രസ്ഥാനത്രയം മുഴുവനായി കാച്ചി കുറുക്കിയതാണ് വചനാമൃതം. ഇത് പറയുന്നത് ആകട്ടെ ഇതേവരെ നമ്മളിപ്പോൾ 12ാം ഭാഗം വരെ ആണ് വായിച്ച് വിശകലനം ചെയ്തത്. 12ാം ഭാഗം, 1ാം വോള്യത്തിൽ 12ാം ഭാഗം, അതായത് ആകെ ഉള്ള ഈ ഗ്രന്ഥത്തിൻ്റെ ആകെയുള്ളതിൻ്റെ ഒരു 1/4 പോലും ആയിട്ടില്ല. അപ്പം അത്രയും കുറഞ്ഞ ഭാഗം, 12 ഭാഗം വരെ എത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 12 ഭാഗങ്ങളിൽ ഭഗവാൻ പ്രധാനമായി സംസാരിച്ച ആളുകൾ ആരൊക്കെയാണ്, അത് നോക്കുമ്പോഴാണ് ഇത് എത്രമാത്രമാണ് ഗൃഹസ്ഥാശ്രമികളായ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഭഗവാൻ സംസാരിച്ചത്. ഇതിനകത്ത് സന്യസ്ത ശിഷ്യന്മാരായി പിന്നീട് വന്ന അവരെ ഒന്നും ഇത് പരിഗണിക്കുന്നേയില്ല, ഈ ഒരു ഭാഗത്തും പരിഗണിക്കുന്നില്ല. പൂർണ്ണമായും ഗൃഹസ്ഥാശ്രമികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ 1ാം അധ്യായം നമ്മൾ നോക്കിയാൽ അവിടെ മാസ്റ്റർ തന്നെയാണ് പ്രധാനം, മാസ്റ്റർ മഹാശയൻ. അപ്പോൾ മഹേന്ദ്രനാഥ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥാശ്രമം, കുടുംബജീവിതം തന്നെ താറുമാറായി
അലോസരപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ വിഭ്രാന്തിയിൽപ്പെട്ട് നടക്കുന്ന ഒരു സ്കൂൾ അധ്യാപകനോടാണ് സംസാരിച്ചത്. അതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 2-ാം അധ്യായമായപ്പോൾ കേശവചന്ദ്രസേനും പ്രതാപൻ, പ്രാണകൃഷ്ണൻ അങ്ങനെയുള്ളവരൊക്കെ രംഗപ്രവേശം ചെയ്തു. അങ്ങനെയുള്ളവരുമായിട്ടാണ് പിന്നെ സംസാരം ഉണ്ടായത് 2-ാം അധ്യായമായപ്പോൾ. അവരും ഗൃഹസ്ഥാശ്രമ മേഖലയിലുള്ളവരാണ്, ലൗകികമായ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരാണ്. അപ്പം അവരുമായിട്ടാണ് സംഭാഷണം. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ്റെ അടുത്തേക്ക് വരുന്നത്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ളതുപോലെ തന്നെ ഒരു ലൗകികൻ കൂടിയാണ്, തികഞ്ഞ ലൗകികൻ. നമ്മൾ വിദ്യാസാഗരൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞവണ ചർച്ച ചെയ്തതാണ്. 4-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കേദാരൻ വരുന്നു, കൃഷ്ണകിശോരൻ വരുന്നു, ബൽറാം ബസു വരുന്നു. അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് പിന്നെ ചർച്ച വരുന്നത്. 4-ാം ഭാഗമല്ല, അതെ 4-ാം ഭാഗം തന്നെ 4-ാം ഭാഗം. പിന്നെ 5-ാം ഭാഗത്ത് വരുമ്പോൾ കേശവചന്ദ്രനും വിജയനും അവരെ പരസ്പരം ഇരുത്തിക്കൊണ്ട് നൗകാവിഹാരത്തിൽ നടത്തിയ ബ്രഹ്മസമാജം അംഗങ്ങളോട് നടത്തിയ സംഭാഷണം. 6-ാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് സിന്ധിലെ ബ്രഹ്മസമാജ അംഗങ്ങളോട് വേണി മാധവ പാൽ തുടങ്ങിയ ആൾക്കാർ പിന്നെ സർക്കസ് കാണാൻ പോകുമ്പോൾ സർക്കസിനെ കുറിച്ച് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വന്നു. പിന്നെ വിശ്വാസബാബു എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. അപ്പം അവിടെയാണ് ഗൃഹസ്ഥൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ഈ വിശ്വാസബാബുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഗൃഹസ്ഥാശ്രമികളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഒരു സൂചന നൽകി തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അതായത് സാധാരണഗതിയിൽ ഏതൊക്കെ തരത്തിലുള്ള കടമാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്കുള്ളത്, ഈ ഋണബാധ്യത, ഏതൊക്കെ തരത്തിലുള്ള ഋണബാധ്യതയാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്ക്, ഒരു ലൗകികന് തൻ്റെ ജീവിതകാലത്ത് കടന്നു പോകേണ്ട കടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി നമ്മളത് നേരത്തെ കണ്ടതാണ്. അതായത് ഒന്നുകൂടെ അത് ഓർമ്മപ്പെടുത്താം. ഒന്ന് ദേവഋണം, ഈശ്വരനോടുള്ള നമ്മുടെ കടം. 2-ാമത്തേത് പിതൃഋണം, പിതാക്കൾ, നമ്മുടെ പിതാമഹന്മാരോടുള്ള പിതൃക്കളോടുള്ള കടം. പിന്നെ വരുന്നത് ഋഷിഋണം, സന്യാസിമാരോട്, ഋഷിമാരോട്, ഗുരുക്കന്മാരോടുള്ള കടം. ഇതെല്ലാം നമ്മൾ വീട്ടേണ്ടതാണ്. ഈ ജന്മത്തിൽ ഇതെല്ലാം വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ ഭാര്യ പുത്രാദികളോടുള്ള കടം. അങ്ങനെ കടങ്ങൾ കൊണ്ട് മുങ്ങിയ ഒരു ജീവിതമാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ. സത്യത്തിൽ നമ്മൾ ഈ കടങ്ങളെക്കുറിച്ചൊന്നും അധികം ബോധവാന്മാരല്ല. ഈ കടങ്ങളാണ് നമ്മെ ഈ കാലത്ത്, നമ്മുടെ ഈ ജീവിതകാലത്ത് നമ്മെ ഈ മായാബന്ധനത്തിൽ പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെല്ലാം ഈ കടങ്ങളാണ്. പക്ഷെ ഈ കടങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധവാന്മാരല്ല. ഈ കടങ്ങളാണ് നമ്മെ ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തെ നമ്മൾ ഈ സംസാര സാഗരം കടന്നു പോകാൻ നമ്മളെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഈ കടങ്ങൾ മൂലമാണ്. എന്നാൽ ഈ കടത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ല. അതാണ് ഈ മായയെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അതാണ് വിശ്വാസബാബുവായിട്ടൊക്കെ അത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമികളോട് കൂടുതൽ വിശകലനം തുടങ്ങുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. 6-ാം ഭാഗത്തോട് 7-ാം ഭാഗത്ത്, പിന്നെ ആ 6-ാം ഭാഗത്ത് തന്നെ വീണ്ടും സിമൂലിയയിൽ രാജമോഹൻ്റെ വീട്ടിൽ വരുന്ന ഭാഗമുണ്ട്. പിന്നെ അവിടെ വെച്ചാണ് നരേന്ദ്രൻ്റെ പൂജ കാണണമെന്ന് ഭഗവാൻ പറയുന്നത്. പിന്നെ മനോമോഹൻ, സുരേന്ദ്രൻ എന്നിവരുടെ വീട്ടിൽ. അത് കഴിഞ്ഞ് 7-ാം ഭാഗത്തെത്തുമ്പോഴേക്കും പ്രാണകൃഷ്ണൻ, അങ്ങനെയുള്ള ആളുകളുടെ ആയിട്ടുള്ള ആ സംഭാഷണം. 8-ാം ഭാഗത്തെത്തുമ്പോൾ ബൾഗേറിയയിലെ ഗോവിന്ദ മുഖർജിയുടെ വീട്ടിൽ വരുന്നു. അങ്ങനെയുള്ള ആ ഇത്. പിന്നെ 4 ബിരുദങ്ങളുള്ള ഭാര്യ മരിച്ചുപോയ ചൗധരി. 4 ബിരുദങ്ങളുണ്ട്, ഭാര്യ മരിച്ചുപോയി, ചൗധരി. അപ്പം ഇതെല്ലാം ഓരോരുത്തരെ സ്പെസിമനായി എടുക്കുന്നു എന്ന് പറയും. ഓരോ വ്യക്തികളുടെയും സ്പെസിമനായി എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഓരോ സ്പെസിമനും, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ സ്പെസിമനാണ്.
നമ്മുടെ ആകെയുള്ള ജീവിത ചക്രത്തിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതോ നമുക്ക് അനുഭവേദ്യമാകുന്നതോ ആയ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ഓരോ സ്പെസിമെൻസിനെയാണ് ഭഗവാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുകയോ, എത്രയോ ആ കൽക്കട്ടയിൽ എത്രയോ ആയിരക്കണക്കിന്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകളുള്ള കൽക്കട്ടയാണത്. ആ ലക്ഷക്കണക്കിന് ആളുകളുള്ള കൽക്കട്ടയിൽ ഭഗവാൻ വിചാരിച്ചാൽ എത്ര പേരോട് വേണമെങ്കിലും ഭഗവാന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു സ്പെസിമനാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പെസിമനാണ് ഈ 100-150 വർഷം കഴിഞ്ഞിട്ടും നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് പഠിക്കാനാണ് ഈ സ്പെസിമൻ. അതാണ് ഇതിനകത്ത് ഇതായിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ 9ാം ഭാഗം എത്തുമ്പോഴേക്കും ആനന്ദമോഹൻ ഘോഷ്, ആധാർലാൽ സെൻ, മണി മല്ലികൻ, സുരേന്ദ്രനാഥ മിത്ര, വൈദ്യനാഥൻ, ഇങ്ങനെ വേറെ സ്പെസിമെൻസ് എല്ലാ. 10ാം ഭാഗത്ത് കാശീശ്വര മിത്രൻ, നമ്മളത് ഏറ്റവും അടുത്ത് ഇപ്പം പറഞ്ഞു പോയതാണ്. കാശീശ്വര മിത്രൻ്റെ വീട്ടിൽ അവരുടെ മക്കൾ ഉത്സവം നടത്തിയപ്പോൾ അവിടെ പോയത്. 11ാം ഭാഗമായപ്പോൾ മണിരാമപുരത്ത് നിന്ന് ഭക്തന്മാർ വരുന്നു. ബൾഗേറിയയിൽ നിന്ന് ഗോവിന്ദ മുഖോപാധ്യായൻ വരുന്നു. 12ാം ഭാഗത്ത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 12ാം ഭാഗത്ത് ഇപ്പോൾ മണിസേനൻ, മതിശീലൻ, ഇങ്ങനെയുള്ള എല്ലാ സ്പെസിമെൻസാണ്. ഓരോരുത്തരെ എടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ മുഴുവൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഓരോരുത്തരുടെയും ജീവിതവും അവരുടെ ആ ജീവിത ചുറ്റുപാടുകളെയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലാരിറ്റി നമുക്ക് തരികയാണ് ഭഗവാൻ. അതിനാണ് ഇങ്ങനെ ആളുകളെ തിരഞ്ഞെടുത്ത് ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് മാഷ്ടമഹാശയനാണെങ്കിൽ അതെല്ലാം കൃത്യമായി നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി, ഈ ആളുകളെ മുഴുവൻ വേണ്ട വിധം രേഖപ്പെടുത്തി തരികയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി പറയുന്ന ഒരു ഭാഗം എന്തെന്ന് വെച്ചാൽ, യുഗങ്ങൾ തോറും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈശ്വരൻ്റെ അവതാര ലീലകൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടേയിരിക്കും. ഈ ഇത്രയും കടന്നു വന്ന ഈ ഓരോരോരോ ഭാഗങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഈ 12ാം ഭാഗത്തിൻ്റെ ഈ അധ്യായത്തിലെത്തുമ്പോൾ ഭഗവാൻ പറയുന്നത്, യുഗങ്ങൾ തോറും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈശ്വരൻ തൻ്റെ അവതാര ലീലകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. 3 തരത്തിലാണ് ഭഗവാൻ അവതാര ലീല അരങ്ങേറുന്നത്. 3 തരത്തിൽ. ഒന്ന് ദേവലീല, മറ്റൊന്ന് നരലീല, പിന്നൊന്ന് ജഗത് ലീല. അപ്പോൾ ദേവലീല കഴിഞ്ഞ യുഗങ്ങളിൽ നമ്മൾ ദേവലീലകൾ കണ്ടു. നമ്മൾ ഈ ദശാവതാരത്തിലൊക്കെ ശ്രീരാമൻ്റെ ആയാലും ശ്രീകൃഷ്ണൻ്റെ ആയാലും ദേവലീലകൾ നമ്മൾ നമ്മളെ ബോധ്യപ്പെടുക. ആ ദേവലീലകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഈശ്വരൻ. ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഉൾപ്പെടെയുള്ള ആ കാലത്തെ, ആ യുഗത്തിലെ, ആ കാലത്തെ ആ ഭഗവാന്റെ ലീലകളെ നമ്മളെ 100% നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി വഴിതെറ്റേണ്ട കാര്യമില്ല. അതാണ് ദേവലീലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ജഗത് ലീലകളുണ്ട്. ഈ ജഗത് ലീലകൾ നമുക്ക് ബോധ്യപ്പെടുത്താനാണ് ഭഗവാൻ പിന്നീട് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഓരോന്നും ഈ ജഗത് ലീലകളാണ്. അത് ഈ വെള്ളപ്പൊക്കമായാലും ശരി, ഈ മലകളായാലും മരങ്ങളായാലും പൂക്കളായാലും ഇതെല്ലാം തന്നെ ജഗത് ലീലകൾ. നമ്മുടെ ആരുടെയും ഇവിടെ ഭഗവാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ചെടി കൊണ്ട് നടാം. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശനോട് പറഞ്ഞതാണ് അത്. നിങ്ങൾക്കൊരു ചെടിയുടെ വിത്ത് കൊണ്ട് നടാം. എന്നിട്ട് ഈ വിത്ത് നട്ടതിന് ശേഷം അതിൽ വെള്ളമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാര്യം അത് നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ്. വിത്ത് നടുക എന്നുള്ളത് നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ്. ഇതിൽ കൃത്യമായി വെള്ളമൊഴിച്ചാൽ മാത്രമേ ഈ വിത്ത് മുളയ്ക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ അറിവിൽപ്പെട്ട കാര്യമാണ്. ഈ വിത്ത് മുളച്ച് തൈ വളർന്നു വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേലി കെട്ടി അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങനെയാണ് അത് വളർത്തേണ്ടതെന്നുള്ളതും നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ്. എന്നാൽ ഇതിൽ ഫലമുണ്ടാകണം എന്നുള്ളത് നിങ്ങളുടെ അറിവിൽപ്പെട്ടതേ അല്ല. നിങ്ങൾക്ക് ഈ ചെടി നടാം, വെള്ളമൊഴിക്കാം, ചുറ്റിൽ വേലി കെട്ടാം, വളർത്താം. പക്ഷെ അതിൽ ഫലം വരുന്നു
അതിലൊരു പൂ വിടരുന്നു, ആ പൂ കായാകുന്നു, ആ പൂ ആ കായൊരു ഒരു ഫലമായി മാറുന്നു. ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലേ അല്ല. ലോകത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. എന്നിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിലൂടെ പോകാൻ മാത്രമേ കഴിയൂ. പക്ഷെ അതിൻ്റെ ഫലത്തിലേക്ക് പോകാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കുകയേയില്ല. ഒരു പ്ലാവ് നടാൻ നിങ്ങൾക്ക് പറ്റും. ഒരു ചക്കക്കുരു, പാകമുള്ളൊരു ചക്കക്കുരു നോക്കി നടാൻ നിങ്ങൾക്ക് പറ്റും. അതൊരു പ്ലാവിൻ തൈയായി വളർത്താൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതിലുണ്ടാകുന്ന ചക്ക ഉണ്ടാകുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. നിങ്ങളുടെ ഒരു പരിശ്രമം കൊണ്ടും ചക്ക ഉണ്ടാവില്ല. ഇനി ചക്ക ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, ആ ചക്കച്ചുളയെ അത്രയും ഭദ്രമായിട്ട് അതിൻ്റെ ആ മേക്കിംഗ്, ചക്കച്ചുള എടുക്കാൻ കാരണം ഏറ്റവും അത്ഭുതകരമായ പ്രകൃതിയുടെ പാക്കിംഗ് എന്ന് പറയുന്നത് ചക്കച്ചുളയാണ്. അത് പൊളിച്ചു നോക്കുമ്പോൾ എന്തൊക്കെ തരത്തിലാണ് ആ പാക്കിംഗ്, എത്ര മനോഹരമാണ് ആ പാക്കിംഗ്. അതിനകത്തെ ആ ചക്കക്കുരുവിനെ സംരക്ഷിച്ചു നിർത്താൻ ആ ചക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാക്കിങ്ങിൻ്റെ പ്രത്യേകത, അത്രയും മനോഹരമായ ഒരു പാക്കിംഗ് എനിക്ക് തോന്നുന്നില്ല ലോകത്തൊരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഫലത്തിലും അങ്ങനെ കാണാൻ പറ്റില്ല. എത്ര ലെയറാണ് ആ പാക്കിംഗ്. ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, ഇത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അതിൻ്റെ ഫലത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ സാധ്യമല്ല. ആ ഫലം നിങ്ങളുടെ കയ്യിലല്ല. അതിനാണ് ഭഗവത്ഗീതയിൽ പലരും തെറ്റിദ്ധരിച്ച് ഫലം ഇച്ഛിക്കരുത് എന്ന് പറഞ്ഞത്. ജോലി ചെയ്താൽ മതി, അതിൻ്റെ കൂലി വാങ്ങണ്ട എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കി കൊണ്ടുവന്നത് അതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് ഇതാണ്. ഈ ഫലം എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റിസൾട്ടിന് നിങ്ങൾക്ക് അവകാശമില്ല, കാര്യം നിങ്ങളുടെ കയ്യിലല്ല. റിസൾട്ട് നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാക്കാനും പറ്റില്ല. ഇതാണ് ജഗദ്ലീല എന്ന് പറയുന്നത്. അതുപോലെ നരലീല. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഈ സാധാരണ മനുഷ്യരെ പോലെ മനുഷ്യരുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ മനുഷ്യനെ പോലെ മനുഷ്യരുടെ ഇടയിൽ ഈശ്വരൻ വന്നിരിക്കും. അപ്പോഴൊക്കെ മനുഷ്യർക്ക് സംശയമാണ്, ഇങ്ങനെയാണ് ഈശ്വരൻ? രോഗാവസ്ഥ വരുന്നു ഈശ്വരന്, ചികിത്സിക്കുന്നു ഈശ്വരനെ. ഇതൊക്കെയല്ലേ എല്ലാവരും ചിന്തിക്കും. നരലീലയാണ്. എങ്ങനെയാണോ ഒരു ചക്കക്കുരുവിൻ്റെ ആ ഫലത്തെ നിർമ്മിച്ച് സംരക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ, അത് മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യ ബുദ്ധിക്കോ മനുഷ്യനോ ത്രാണിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു നരലീലയിൽ ഈശ്വരാവതാരത്തെ ഒരു നരനിൽ കാണാൻ മനുഷ്യന് കഴിവില്ല. ആ കഴിവ് വേണമെങ്കിൽ ഈശ്വരൻ തന്നെ ഒരു അനുഗ്രഹം നൽകണം. നീ എന്നെ മനസ്സിലാക്കണം എന്ന് ഈശ്വരൻ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റൂ. അതാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ഉടനീളം ഭഗവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈശ്വര അവതാരത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എത്ര ലക്ഷം കൽക്കട്ടയിലുണ്ട്. എന്നിട്ട് ലാട്ടു മഹാരാജിനോട് പറഞ്ഞത്, ഇന്ന് എത്ര പേര് വന്നു എണ്ണി നോക്കിയോ എന്ന് ചോദിച്ചപ്പോൾ 40 പേര് വന്നു. അപ്പോൾ ഈ ലക്ഷങ്ങളിൽ 40 പേർക്ക് ഇവിടെ വരാൻ പറ്റി. അതിൽ തന്നെ എത്ര പേർക്ക് മനസ്സിലായി ഇതൊരു അവതാരമാണ് എന്ന്. അപ്പോൾ ഭഗവാൻ തന്നെ അനുവദിക്കണം, അവതാരമാണ്. നരലീലയിൽ ഈശ്വരൻ തന്നെ അനുവദിച്ചാൽ മാത്രമേ ആ ഈശ്വരീയ ഭാവത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നരലീലയുടെ പ്രത്യേകത. അതാണ് ഇവിടെ ദേവലീലയും നരലീലയും ജഗദ്ലീലയുമായിട്ട് ഭഗവാൻ ഈ 3 ലീലകളെ ഇവിടെ വിവരിക്കുന്നത് ആ രീതിയിലാണ്. പിന്നെ വരുന്നത് ഈശ്വരനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം. അപ്പം ഈ നരലീലയുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഈശ്വരനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം എത്രമാത്രം അടിയുറച്ചതാണെന്ന് സ്വയം ഒരു ബോധ്യം നമുക്കുണ്ടാക്കി തരുന്നതിനാണ് നരലീല നമുക്ക് മുമ്പിൽ ഈ നരലീല അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആ പാർശ്വവർത്തികളായ പാർഷദന്മാരായ
ആളുകളായിക്കോട്ടെ. പക്ഷെ അതിൽ ഈ മഹാവിഷ്ണുവാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്ന് എത്ര പേർക്ക് ഉത്തമ വിശ്വാസമുണ്ട്? സാക്ഷാൽ വൈകുണ്ഠനാഥൻ തൻ പാലാഴിയിൽ നിന്ന് ഗംഗയുടെ തീരത്ത് വന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുണ്ടെന്ന് തോന്നുന്ന എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ ആ ഒരു ബോധ്യം, ഈശ്വരനെ കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക, വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക, അത് സജ്ജനങ്ങൾക്ക് അത് നൽകുക എന്നുള്ളതാണ് നരലീലയുടെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ ചില നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും ഈശ്വരാനുഗ്രഹം, അതുകൊണ്ടാണ് എനിക്കത് ലഭിച്ചത്. നല്ല വാർത്തകൾ, നമ്മളെ സംബന്ധിക്കുന്ന ചില നല്ല വാർത്തകൾ. പരീക്ഷയിൽ ജയിച്ചാലും മതി, അല്ലെങ്കിൽ നല്ലൊരു വിവാഹം മക്കൾക്കുണ്ടായാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ലോട്ടറി അടിച്ചാൽ മതി. അപ്പോഴൊക്കെ നമ്മൾ എന്ത് പറയും? ഓഹ്, ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു, ഞാൻ എന്നും പോയി തൊഴുതതിൻ്റെ ഫലം കിട്ടി. എങ്ങനെ കിട്ടി? ഇതാ ലോട്ടറി അടിച്ചു. ഈശ്വരൻ്റെ പണിയാണ് കേരള ലോട്ടറി നമുക്ക് അടിപ്പിച്ചു തരുന്നത്. അപ്പം അങ്ങനെയുള്ള നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് നമ്മൾ തന്നെ പറയും. അതേസമയം ചില മോശം വാർത്തകളാണ് വരുന്നതെങ്കിൽ ആ മോശം വാർത്തകൾ കേൾക്കാനിടയാൽ അതോടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, നമ്മുടെ ധനവും നമ്മുടെ സമ്പത്തും നശിക്കുമ്പോൾ, നമുക്കൊരു വലിയ അപകടം സംഭവിക്കുമ്പോൾ, ഒരു രോഗം ബാധിക്കുമ്പോൾ, മാറാരോഗം ബാധിക്കുമ്പോൾ, എന്നിട്ട് ഡോക്ടർ പറയുകയാണ് ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോൾ, അതോടുകൂടി സകല ഈശ്വര വിശ്വാസവും നമ്മളിൽ നിന്ന് പോയി. ലോട്ടറി അടിച്ചപ്പോൾ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആൾ നിനക്ക് രോഗം വന്നു എന്ന് കേട്ടപ്പോൾ ആ ഈശ്വരൻ പോയി. ഇത് ഭഗവാൻ തന്നെ പറഞ്ഞാണ്. ചില നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ ഈശ്വരനോട് ഇഷ്ടം തോന്നും. ചില തീയ വാർത്തകൾ, ചീത്ത വാർത്തകൾ കേൾക്കുമ്പോൾ ഈ വിശ്വാസത്തിന് നിങ്ങൾക്ക് ഉടവ് തട്ടും. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതാണ് നരലീലയിൽ ഭഗവാൻ ആടുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ മാസ്റ്ററോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈശ്വരനെ മനസ്സിലാക്കാൻ ഒക്കുന്നു. മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്ററോട് ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുന്നുണ്ട്, ഈശ്വരനെ മനസ്സിലാക്കാൻ ഒക്കുന്നു. ചിലപ്പോൾ നല്ലവനെന്നും ചിലപ്പോൾ ദുഷ്ടനാണെന്നും നിങ്ങൾ കരുതാറില്ല. ഈശ്വരൻ ചിലപ്പോൾ നല്ലവനാണെന്ന് നിങ്ങൾ പറയും, ചിലപ്പോൾ ഈശ്വരനെ പോലെ ഒരു ദുഷ്ടൻ വേറെ ഇല്ലാന്ന്. അതിന് കാരണം ഈശ്വരൻ്റെ തന്നെ മായാവലയം കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഈശ്വരൻ്റെ മായാവലയം കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്, അല്ലാതെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. ഈശ്വരൻ അങ്ങനെ ഒരു മായാവലയം സൃഷ്ടിച്ചിരിക്കുക. എന്നിട്ടോ ആ മായാവലയത്തിൽപ്പെട്ട നമ്മളെ ചിലപ്പോൾ ഈശ്വരൻ ഒന്ന് ഉണർത്തും. അതേ ഈശ്വരൻ നമ്മളെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വീഴ്ത്തും. ഇത് രണ്ടും ഈശ്വരനാണ്. ചിലപ്പോൾ നമ്മളെ ഒന്ന് ഉണർത്തും, ചിലപ്പോൾ നമ്മളെ അന്ധകാരത്തിലേക്ക് തള്ളിവിടും. രണ്ടും ഈശ്വരൻ്റെ മായാവലയം. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ ഉപദേശിക്കുന്നതാണ് ഈ കാര്യം. എങ്ങനെയാണെന്നറിയാം. ഭഗവാൻ അതിന് നല്ലൊരു ഉദാഹരണവും കൂടെ മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല. അതായത് ഈശ്വരൻ നമ്മളെ ചില ഘട്ടങ്ങളിൽ നല്ലോണം ഉയർത്തും, ചില ഘട്ടങ്ങളിൽ നമ്മളെ അന്ധകാരത്തിലേക്ക് താഴ്ത്തും എന്ന് പറയുമ്പോൾ വ്യക്തത വരും. അത് ഭഗവാന് തന്നെ മനസ്സിലായി, ഇതിൻ്റെ വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഭഗവാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പായൽ നിറഞ്ഞ ഒരു കുളത്തിൽ നമ്മളൊരു കല്ലിട്ടു എന്ന് കരുതുക. ഈ കല്ലിട്ട് കഴിയുമ്പോൾ ആ പായൽ 4 വശത്തേക്ക് ഇങ്ങനെ മാറി ജലാംശം തെളിയും. ഇതാണ് നമ്മളെ ഉയർത്തുന്ന ഒരു ഘട്ടം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗം പെട്ടെന്ന് ഈ പായൽ വന്ന് നിറയും. അങ്ങനെ പായൽ വന്ന് സേതു ആരോ വിളിക്കുന്നുണ്ട്. സേതു ആരോ വിളിക്കുന്നുണ്ട്. പുറമെ സേതു ആരോ വിളിക്കുന്നുണ്ട്. ഇത് കഥകൾ തട്ടുന്നു.
അപ്പോൾ പായൽ വന്ന് നിറയുന്നെടുത്ത് പെട്ടെന്ന് കംപ്ലൈന്റ് അപ്പോൾ ഈ പായൽ വന്ന് നിറയുന്ന സന്ദർഭത്തിൽ കല്ലിടുമ്പോൾ പായൽ മാറുന്നു, വെള്ളം തെളിയുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ. ഇതാണ് മായ. ചില സമയത്ത് നമ്മളെ ഉയർത്തുന്നു, ആ സമയത്ത് ഈ പായലെല്ലാം നീങ്ങും, ഈ മായാവലയം നീങ്ങും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പായൽ വന്ന് മൂടും. പായൽ വന്ന് മൂടിക്കഴിയുമ്പോൾ വീണ്ടും അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നമ്മൾ. ഇത് എല്ലാം ഭഗവാന്റെ ലീലയാണ്. രണ്ടും ഭഗവാന്റെ ലീലയാണ്. ഇതെന്തിനാണ്? നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ തുടർന്ന് ഭഗവാൻ പറയുന്നു, ഇങ്ങനെ ഒരു വിശകലനം ഉണ്ടാവാൻ കാരണം ഈ അജ്ഞാനത്തിലേക്ക് നമ്മളെ ചിലപ്പോൾ താഴ്ത്തുകയും അതേപോലെ തന്നെ നമ്മെ ചിലപ്പോൾ ഉയർത്തുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ആ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഉയർത്തുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഈശ്വരൻ്റെ മായാവലയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ മണിമല്ലികൻ്റെ കൊച്ചുമകളുടെ ഭർത്താവ് വന്ന് ഭഗവാനുമായിട്ട് സംസാരിച്ച ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, ആ പുസ്തകത്തെക്കുറിച്ച്. അന്ന് ഇൻ്റർനെറ്റൊന്നും, ഇന്നത്തെ കാലത്തെ പോലെ ഇൻ്റർനെറ്റൊന്നുമില്ല. പുസ്തകങ്ങൾ വായിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം അന്നത്തെ പുതിയ തലമുറ ഈ വെസ്റ്റേൺ ഫിലോസഫിയൊക്കെ വായിക്കുന്നു. അങ്ങനെയാണ് ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകം വായിച്ചിട്ട് മണിമല്ലികൻ്റെ കൊച്ചുമകളുടെ ഭർത്താവ് വന്ന് സംസാരിച്ച വിവരം മാസ്റ്റർ മഹാശയനോട് ഭഗവാൻ പറയുന്നു. അതായത് ആ പയ്യൻ പറഞ്ഞത്, ഈ മണിമല്ലികൻ്റെ കൊച്ചുമകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞതിൻ്റെ ഭാഷ എന്തെന്ന് വെച്ചാൽ അതിവിടെ അയാളൊരു പുസ്തകത്തിൽ വായിച്ചു. അധ്യായം 4 പറയുന്നതാണ്, ഈശ്വരൻ അത്ര ജ്ഞാനിയും സർവജ്ഞനുമാണെന്ന് തോന്നുന്നില്ല. അയാൾ ആ ചെറുപ്പക്കാരൻ ഉന്നയിച്ച സംശയമാണ്. അതായത് ഈശ്വരൻ അത്ര വലിയ ജ്ഞാനിയാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈശ്വരീയമായ ഭാവത്തിന് അത്രമേൽ മേന്മയുണ്ടോ എന്നും തോന്നുന്നില്ല. എന്തുകൊണ്ട് തോന്നുന്നില്ല? മനുഷ്യൻ്റെ ഈ ലോകത്ത് എന്തിനാണ് ഇത്ര ദുഃഖം നൽകിയത്? എന്തിനാണ് ഇത്ര ദുഃഖം നൽകുന്നത്? ഒരു ഈശ്വരനാണെങ്കിൽ എന്തിനീ ദുഃഖം തരുന്നു? അതെനിക്ക് മനസ്സിലാകുന്നു. ഇത് ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകമാണ്. ജോൺ സ്റ്റുവർട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ഫിലോസഫിയാണ് ഈ പറയുന്നത്. വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഇതിൽ വെളിപ്പെട്ട് വരുന്നു. കാരണം അവർക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഈശ്വരീയ ഭാവത്തെക്കുറിച്ച് അവരുടെ ജ്ഞാനം അതിലത്രേ ഉള്ളൂ. അത് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് മാസ്റ്റർ മഹാശയനെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഭഗവാൻ ഇവിടെ ഈ ഉദാഹരണം ജോൺ സ്റ്റുവർട്ടിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ പയ്യൻ വന്ന് ചോദിച്ചത്, ഈശ്വരൻ ഇത്രമേൽ മഹത്തരമാണെങ്കിൽ, ആ ഒരു സങ്കല്പം ഇത്രമേൽ മഹത്തരമാണെങ്കിൽ എന്തിനാണ് എനിക്ക് ദുഃഖങ്ങൾ നൽകിയത്? അത് ഈ കാലത്തും നിരവധി, ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് സാക്ഷാൽ വയലാർ രാമവർമ്മയാണ്. എന്തിനീ ദുഃഖങ്ങൾ ഞങ്ങൾക്കെന്തിനീ ദുഃഖങ്ങൾ ഞങ്ങൾക്കെന്തിനു തന്നു എന്നൊക്കെ പറഞ്ഞുള്ള തരത്തിൽ ഈശ്വരനെ വിമർശിക്കുന്ന തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ, ഈ ഫിലോസഫിക്കൽ ഗാനങ്ങൾ സിനിമയിൽ എഴുതി ചേർത്തത് ഈ വയലാർ രാമവർമ്മ. അതേ 150 വർഷം മുമ്പ് ഇതേ ചെറുപ്പക്കാരനും ഇന്നലെ വയലാർ രാമവർമ്മയിലെ ചെറുപ്പക്കാരൻ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഈ മണിമല്ലികൻ്റെ കൊച്ചുമകളുടെ ഭർത്താവായ പയ്യനും വന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഇപ്പം ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഈ ജോൺ സ്റ്റുവർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജോൺ സ്റ്റുവർട്ടിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരാളാണ്. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് ഭാരതത്തെ സംബന്ധിച്ച്, നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ ആദ്യമായി നിർവചിച്ച ആളാണ് ജോൺ സ്റ്റുവർട്ട്. 1873 വ്യക്തി സ്വാതന്ത്ര്യം, സോഷ്യലിസ്റ്റ് ചിന്താഗതി,
ഇഷ്ടമുള്ള പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യത്തെയാണ് ജോൺ സ്റ്റുവർട്ട് അടിവരയിട്ട് തൻ്റെ ഫിലോസഫിയിൽ ഉൾപ്പെടുത്തിയത്. എനിക്ക് എൻ്റെ സൗകര്യത്തിന് ചിന്തിക്കാം, എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ചിന്തിക്കാം. അതാണ് ജോൺ സ്റ്റുവർട്ടിൻ്റെ ഫിലോസഫി. അപ്പോൾ അങ്ങനെ ചിന്തിക്കാവുന്ന എന്നെ സംബന്ധിച്ച് ജോൺ സ്റ്റുവർട്ട് പറയുന്നത്, എനിക്കൊരവസരം തന്നാൽ, ഈശ്വരൻ്റെ ഒരവസരം എനിക്കാണ് തരുന്നതെങ്കിൽ ഞാൻ ഈ ദുഃഖങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതാകും. കാരണം ലോകത്ത് ദുഃഖങ്ങളേ ഉണ്ടാവില്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, ആ ദുഃഖങ്ങളെല്ലാം ഞാൻ ഇല്ലാതാക്കും. എനിക്കൊരു ഈശ്വരീയമായ ഭാവം, ഈശ്വരൻ്റെ ഒരു വരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ലോകത്തിന് ദുഃഖങ്ങളെ ഉണ്ടാവില്ല. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയൻ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു ഫിലോസഫി ഉണ്ട്. എന്തിനാണ് പറഞ്ഞത്? ഈ നരലീലയുടെയും ദേവലീലയുടെയും ഒക്കെ ആ ഘടനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാസ്റ്റർ മഹാശയൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിന് ഉദാഹരണം എടുത്ത് ഭഗവാൻ പറഞ്ഞതാണ് ഈ ജോൺ സ്റ്റുവർട്ടിൻ്റെ കാര്യം. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് പിന്നെ പറയുന്നത് എന്താണ്? ഈ ഭഗവാൻ പറയുന്നത്, ഈശ്വരൻ അത്ര ജ്ഞാനിയും സർവജ്ഞനുമാണെന്ന് തോന്നുന്നില്ല എന്നാണല്ലോ ഈ ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഈശ്വരൻ നിങ്ങൾ പറയുന്ന പോലെ അത്ര ജ്ഞാനിയും സർവജ്ഞനും അല്ല എന്നാണ് ജോൺ സ്റ്റുവർട്ട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, മരണത്തെക്കുറിച്ചാണ് പിന്നെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഇത്ര കുറേശ്ശെ കഷ്ടപ്പെടുത്തി എന്തിനാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ആ പയ്യൻ ചോദിച്ചത്. ആ പയ്യൻ്റെ സംശയങ്ങളാണ്, പുതിയ ജനറേഷനിൽപ്പെട്ട പയ്യൻ്റെ സംശയം. ഈ പുസ്തകത്തിൽ നിന്ന് അവൻ ഉൾക്കൊണ്ടതിൻ്റെ സംശയങ്ങളാണ്. ആലോചിച്ചു നോക്കി, ശരിയല്ലേ? ഇത് ആ പയ്യൻ്റെ ചിന്താഗതിയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ പൊതുസമൂഹവും ഈ ലോകത്ത് നമ്മളെല്ലാം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത്ര കഷ്ടപ്പെടുത്തി പതുക്കെയല്ലേ നമ്മളെയൊക്കെ നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ പോകുന്നത്, കൊല്ലുന്നത് എന്നാണ് പറയുന്നത്. ഈശ്വരൻ നമ്മളെല്ലാം കൊല്ലുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കുന്നത് എത്ര കഷ്ടപ്പെടുത്തിയിട്ടാണ്. എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തി നമ്മുടെ ജീവൻ എടുക്കുന്നത്? അപ്പം അതിലെന്ത് ഈശ്വരീയതയാണുള്ളത്? എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ കഴിയും? ഇതൊക്കെയാണ് ജോൺ സ്റ്റുവർട്ടിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി മണിമല്ലികൻ്റെ കൊച്ചുമകൻ പറഞ്ഞ സംശയങ്ങൾ. എന്നിട്ട് മാസ്റ്റർ ഇതെല്ലാം കേട്ട് ഭഗവാൻ ഈ ജോൺ സ്റ്റുവർട്ടിനെ ഉദാഹരിച്ചുകൊണ്ട് വെസ്റ്റേൺ ഫിലോസഫിയെ മൊത്തത്തിൽ ഇങ്ങനെ വിവരിക്കുന്നത് കേട്ട മാസ്റ്റർ മഹാശയൻ വിസ്മയത്തോടെയാണ് ഇത് കേട്ടിരുന്നത്. മാസ്റ്റർ മഹാശയന് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ജോൺ സ്റ്റുവർട്ടിനെയൊക്കെ എടുത്ത് ഉദാഹരിക്കുന്നതും ഭഗവാൻ എടുത്ത് ഉദാഹരിക്കുന്നതും മാസ്റ്റർ മഹാശയൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. മാസ്റ്റർ മഹാശയന് പറ്റില്ല. അത്രയും വിദ്യാസമ്പന്നനാണെന്ന് തുടക്കം മുതലേ, ഈ വചനാമൃതത്തിൻ്റെ തുടക്കം മുതലേ നമ്മൾ കണ്ടുപോയി അഹങ്കരിച്ചു വന്ന ആ മാസ്റ്റർക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. ഭഗവാൻ ഇത്തരം ഉദാഹരണങ്ങൾ വെസ്റ്റേൺ ഫിലോസഫി എടുത്തു വെച്ച് ഇങ്ങനെ അമ്മാനമാടുകയുണ്ട് മാസ്റ്ററുടെ മുമ്പിൽ. ഇത് മാസ്റ്ററുമായിട്ടുള്ള സംഭാഷണങ്ങൾ. അതാണ് പറഞ്ഞത്, മറ്റു പലരുമായിട്ടും ഭഗവാൻ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മാസ്റ്ററോട് മാത്രമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഭഗവാന്റെ ആഴം അറിയാൻ മാസ്റ്ററെ പോലെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഈ അതായത് ഈ 19-ാം നൂറ്റാണ്ടിലെ ഒരു തത്വചിന്താപരമായ ഗ്രന്ഥത്തിൽ, അതും ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഗ്രന്ഥത്തിലെ ചിന്തകളെ ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെ ഉൾക്കൊണ്ടു, അതെങ്ങനെ വിവരിക്കുന്നു എന്നതാണ് തൻ്റെ വിസ്മയമെന്ന് മാസ്റ്റർ മഹാശയൻ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് അത്ഭുതത്തിൽ നിന്ന് മോചനമില്ല മാസ്റ്റർ മഹാശയൻ. അപ്പോൾ ഈ തരത്തിൽ മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ ഒരു ആഴത്തെക്കുറിച്ച്, ആ അറിവിൻ്റെ പാരാവാരം എന്ന് പറയുമ്പോൾ അറിവിൻ്റെ ഒരു ആഴം, ആ വലിയൊരു സാഗരത്തിൻ്റെ മുമ്പിൽ വിസ്മയത്തോടെ നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗം കഴിയുമ്പോൾ, അതായത് ഈ 4-ാം ഭാഗത്താണ് ഇത് വരുന്നത്. ഈ 4-ാം അധ്യായത്തിൽ
4-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്ന, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, നോക്കൂ, ഇവിടെ വരുന്ന സകലരുടെയും സംശയങ്ങൾ നീങ്ങും. എന്തു പറയുന്നു എന്നാണ് മാസ്റ്ററോട് ചോദിച്ചത്. വിസ്മയഭീതനായിരിക്കുന്ന മാസ്റ്ററോടാണ് ഭഗവാൻ ചോദിച്ചത്, ഇവിടെ വരുന്ന സകലരുടെയും സംശയങ്ങൾ തീരും, എന്തു പറയും എന്നാണ് ചോദിച്ചത്. മാസ്റ്റർക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. ഉവ്വ്, തീരും, അത്രേ മാസ്റ്റർക്ക് പറയാൻ പറ്റൂ. ഒരക്ഷരം അതിനെക്കുറിച്ച് പറയാനുള്ള ശേഷി മാസ്റ്റർക്കില്ലായിരുന്നു. എന്നിട്ട് മാസ്റ്റർ ആ സന്ദർഭത്തെ മാസ്റ്റർ പെട്ടെന്ന് തൻ്റെ രചന കൊണ്ട്, അതാണ് മാസ്റ്ററുടെ ഒരു രചനാ കൗശലം അല്ലെങ്കിൽ രചനയുടെ ഒരു ഭംഗി ഇവിടെയാണ്. ഈശ്വരീയമായ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിയുമ്പോൾ നമ്മളൊരു സിനിമയിലാണെന്ന് വിചാരിക്കും. ഒരു സിനിമയിലാണ് ഇത് കാണുന്നത്, ഒരു ചലച്ചിത്രത്തിൽ കാണുന്ന പോലെ കാണാം. ഭഗവാൻ ഈ വിവരണം, ഇപ്പോൾ നേരത്തെ ഇത്രയും പറഞ്ഞ ആ ഈശ്വരീയ ഭാവത്തെക്കുറിച്ചുള്ള വിവരണം ഇത്രയും നൽകിക്കഴിഞ്ഞ് ഭഗവാൻ ചോദിക്കുന്നു, ഇവിടെ വരുന്ന എല്ലാവരുടെയും സംശയങ്ങൾ ഇങ്ങനെ തീരും, എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വിസ്മയത്തോടെ ഇരിക്കുന്ന മാസ്റ്റർ മഹാശയൻ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ഉവ് അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് നിശബ്ദനായിരിക്കുമ്പോൾ ആ രംഗത്തെ തൻ്റെ രചന കൊണ്ട്, ഇത് മാസ്റ്റർ സ്വയം ആ ഒരു സ്വാതന്ത്ര്യമെടുത്ത് വചനാമൃത രചനയുടെ സൗന്ദര്യങ്ങളിലൊന്നാണ്. ഇത് പല ഭാഗത്തും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. വചനാമൃത രചനയുടെ ഒരു സൗന്ദര്യം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട്, ഈ അവതരിപ്പിച്ച വിഷയത്തിന് തത്തുല്യമായ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് മാസ്റ്റർ മഹാശയൻ ഇവിടെ കൊണ്ടുവരുന്നത്, ആ സമയത്ത് ഗംഗയിൽ അങ്ങകലെ ഒരു വഞ്ചിക്കാരൻ വഞ്ചിയിൽ തുഴഞ്ഞ് പാട്ടും പാടി പോകുന്നു. നമ്മളൊരു ചലച്ചിത്രം ഓർത്താണ്. വർത്തുള വരാന്തയിലിരുന്നാണ്, ആ അർദ്ധവൃത്തമുള്ള വരാന്തയിലിരുന്നാണ് ഭഗവാൻ മാസ്റ്ററോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പുറമെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാവുന്നത് ഗംഗ ഒഴുകുകയാണ്. അപ്പോൾ ആ ഗംഗ ഒഴുകുന്ന ആ ഗംഗയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രം മാസ്റ്റർ മഹാശയൻ ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഗംഗയിൽ അങ്ങ് അകലെ ഒരു വഞ്ചിക്കാരൻ ഒരു പാട്ടും പാടി പോകുന്നു. ആ ഗീതധ്വനി മധുരമായ അനാഹാതധ്വനി പോലെ അനന്താകാശത്തിൽ കൂടി ഭഗീരഥിയുടെ വിശാല വക്ഷസിൽ സ്പർശിച്ചു കൊണ്ടുവന്ന് ഗുരുദേവന്റെ കർണപുടങ്ങളിൽ പ്രവേശിച്ചു. ആ ഗാനം മാസ്റ്ററുടെ ഭാവനയും എഴുത്തിൻ്റെ മനോഹാരിതയും അണപൊട്ടി ഒഴുകുകയാണ്. അത്രമേൽ അത് അങ്ങനെ വരാൻ കാരണം ആ ഈശ്വരീയമായ ആ അറിവിനെ അത്രമേൽ തൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കാൻ ഭഗവാന്റെ ആ വാക്കുകൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണിത് വചനാമൃതമായി മാറുന്നത്. ആ അമൃതം പാനം ചെയ്തതിൻ്റെ എല്ലാ സൗകുമാര്യവും ഈ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഭാഗം പ്രകടമാക്കുന്നത്. ആ വലിയൊരു വിശേഷണത്തിന് ശേഷമാണ് ഭഗവാൻ രണ്ടാമത് നിമിഷങ്ങൾക്ക് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ വീണ്ടും പറയുന്നു, ഇവിടെ ആരൊക്കെ വരുന്നുവോ അവർക്ക് നല്ല സംസ്കാരമുണ്ട്. എന്താ അങ്ങനെയല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർക്ക് ഒന്നും വേണ്ട, മാസ്റ്റർ അങ്ങ് മരവിച്ചിരിക്കുക, സ്വന്തം ആ പ്രജ്ഞ പോലും അറ്റ പോലെ ഇരിക്കുക. അതിനും മാസ്റ്റർ പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു വലിയ, എങ്ങനെയാണ് ഭഗവാന്റെ ആ നരലീലയുടെ ഒരു വലിയ വ്യക്തമായ ഒരു ചിത്രം ശ്രീരാമകൃഷ്ണദേവൻ ഈ ലോകത്ത് അവതരിപ്പിച്ച നരലീലയുടെ ഒരു വളരെ വ്യക്തമായൊരു ചിത്രമാണ് മാസ്റ്റർ മഹാശയൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ച് മനനം ചെയ്ത് കഴിയുമ്പോഴാണ് ആ മഹാസ്വരൂപം, ആ വിശ്വരൂപം, ആ മഹാസ്വരൂപം നമുക്ക് ബോധ്യപ്പെടുന്നു. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. ആ അവിടെ മഴയുണ്ട്, ഇവിടെ വലിയ മഴയാണ്, കൊടും മഴ. അതെ 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 അതെ.
ആ ഇവിടെ നല്ല കാറ്റും മഴയാ. ഞാൻ വിചാരിച്ചത് പൂർണ്ണമാവുന്നതിന് മുമ്പ് പെട്ടെന്ന് ലൈറ്റൊക്കെ പോകും. അതെ 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 അതെ. എന്തായാലും തടസ്സം ഉണ്ടായില്ല. അതെ 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 അതെ. നാം ജയിക്കും.